ആയിടക്കാണ് ഭാർഗവി തമ്പുരാട്ടി ഇല്ലത്തോടും ഈ ലോകത്തോട് തന്നെയും വിട പറഞ്ഞത്. തമ്പുരാട്ടി മരിച്ചാൽ പിന്നെ നമ്പൂതിരിമാർ കോലോത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നതിലുള്ള ജാള്യത നന്നായി അറിയാമെങ്കിലും മകൾ കുഞ്ഞിക്കാവിന് അനുയോജ്യനായ ഒരു വരനെ കാത്തിരിക്കുകയാണ് ഉണ്ണി നമ്പൂതിരി. ആളാരാണ്? തിരുമംഗലത്തെ നീലാണ്ടൻ. അറിയോ? നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു, അയാൾ സ്ഥലത്തില്ല. അടിയൻ കണ്ടു ഒരിക്കൽ. യോഗ്യനാണ്, ധിക്കാരം ഉണ്ടെങ്കിലും തികഞ്ഞ പാണ്ഡിത്യമുണ്ട്. അവരുടെ പ്രഭുത്വം മോശമില്ല. വന്ന് കണ്ടപ്പോ ഇളനീര് കിട്ടും നോക്കുമാണി. ജാതകം ചേർന്ന് വന്നോരെ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് കുഞ്ഞിക്കാവ്. നിർബന്ധിക്കാൻ വയ്യല്ലോ. രാമന് ഒരത്ഭുതം കേൾക്കണോ? പണ്ടില്ലാത്തതാണ്, രാമനോടായോണ്ട് പറയാ. എനിക്ക് ബോധിച്ച ആളെ കണ്ടാൽ ഞാൻ തന്നെ പറയും, അപ്പോൾ ആലോചിച്ചാ മതി എന്ന് പറഞ്ഞിരിക്കുക കുഞ്ഞിക്കാവ്. കണ്ണൻ പെരുന്തച്ഛൻ്റെ മകൻ തന്നെയാവുകയാണ്. അങ്ങനെ ആവാതെ വഴിയില്ലല്ലോ. തച്ചുശാസ്ത്രം അഭ്യസിക്കുന്നത് പെരുന്തച്ഛനിൽ നിന്ന് തന്നെയാണല്ലോ. പെരുന്തച്ഛൻ സ്വായത്തമാക്കിയ സൽപ്പേരും അറിവുകളും അംഗീകാരവും ക്രമേണ മകനിലേക്ക്. ഏതൊരു പിതാവിനെയും പോലെ പെരുന്തച്ഛനും അഭിമാനിക്കുന്നു. പക്ഷേ തേക്കോ പ്ലാവോ? കരിമരമാണ് കരുതിയത്. ഓ, തച്ചു കൂടും, പണിക്കൂലിയും കൂടും. മകൻ വരും, നടന്നോളൂ. വേണ്ടത് നാട്ടുനടപ്പനുസരിച്ച് ചെയ്താൽ മതി. വരാം, തുടങ്ങി വെക്കാൻ ഞാനും വരാം. ഇവിടെ നടന്നോളൂ. കണക്ക് പറയേ, കൂലിയുടെ കണക്ക് പറയേ. പിന്നെ പറയണ്ടേ? മരക്കൊത്ത്, കുറച്ച് മരക്കൊത്ത്, അതിന് ചെക്കം വരണം. ഇവര് പറയുന്നത് കേൾക്കുമ്പോ എത്ര നിസ്സാരം. അതാ കണക്ക് പറഞ്ഞത്. പുരികത്തിന്റെ വിസ്താരം 2 യവത്തിൽ കുറഞ്ഞോ? കുറച്ചതാണ്. അപ്പോൾ ഭംഗിയുണ്ടെന്ന് തോന്നി. അതിനൊക്കെ ചില കണക്കുകളുണ്ട്. കണക്കൊക്കെ ഒരു സൗകര്യത്തിനല്ലേ? നലേ മുത്തശ്ശേരി, ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞ മകൻ ഉണ്ടാക്കിയതാ കൗതുകം അങ്ങോട്ട് ഒത്തു വന്നത്. പണി പഠിപ്പിച്ച തന്ത വെറും തച്ചനല്ലല്ലോ തിരുമേനി. ഭൂമി ജാതകം നന്ന്. ഇദ്ദേഹമാണ് ഗൃഹനാഥൻ. ആകൃതി, നീരൊഴുക്ക്, താഴ്ച. നന്നായി. പക്ഷേ യുദ്ധഭൂമിയുടെ ഗന്ധം ലക്ഷണം കണ്ടിട്ട് വീട് ഇവിടെ തന്നെ വേണോ? യുദ്ധഭൂമിയാണെങ്കിൽ ഇവര് കേട്ടിരിക്കില്ലേ? നാട്ടുകാരെങ്കിലും പറഞ്ഞറിയില്ലേ? ആളുകളെ പേടിപ്പിക്കരുത് കണ്ണ. എന്തോ എനിക്കങ്ങനെ ഒരു തോന്നൽ. 3 കോല് താഴ്ത്തി കുഴിച്ചു നോക്കിയിട്ടുണ്ട്. കുഴിച്ചു നോക്കിയാലോ? കുറച്ചും കൂടി നോക്കണം. എഴുത്താണിപ്പിഴ കണ്ടാലും അതും ശാസ്ത്രമാണ് എന്ന് വാദിക്കുന്നവരുടെ കൂട്ടത്തിൽ താൻ പെടില്ല അല്ലേ? ഭാഗ്യം തന്നെ. അസ്ഥി, തലയോട്. പണ്ട് കഴുപ്പറമ്പ എന്നായിരുന്നു അത്ര പേര്. പഴമക്കാരൻ ഒരാൾ ഇപ്പോൾ പറഞ്ഞു. വേറെ അവർക്ക് സ്ഥലമുണ്ടെങ്കിൽ നീ ലക്ഷണം നോക്ക്. ഒരഷ്ടശാലയല്ലേ, നീ ചെയ്തു കൊടുത്താൽ മതി. ഒടുവിൽ ഇങ്ങനെയും സംഭവിച്ചു.
ജീവിതം തച്ചുശാസ്ത്രത്തിന് മാത്രമായി സമർപ്പിച്ച പെരുന്തച്ചൻ തൻ്റെ ശിഷ്ടകാല ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ തീരുമാനമെടുത്തു കഴിഞ്ഞു. അധികമൊന്നും ഇനി പണിയെടുക്കണമെന്ന് തോന്നുന്നില്ല. വയ്യ തമ്പുരാൻ. മകൻ കത്തി കയറണുണ്ടല്ലോ, ഇനി അവൻ നോക്കട്ടെ എന്നാവും അല്ലേ? ഒരാഗ്രഹം ബാക്കി നിൽക്കുന്നുണ്ട് തമ്പുരാൻ. അത് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥായി ഗ്രന്ഥം നോക്കിയിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഗ്രന്ഥം തന്നെ എഴുതാം. നാളെ ആർക്കെങ്കിലും ഒരു പ്രയോജനമാവട്ടെ. വേണ്ടതാണ്. തന്റെ സൂത്രങ്ങളൊക്കെ ഇനി വരുന്നവർക്കും കുറച്ച് കിട്ടണമല്ലോ. ബാക്കി നിൽക്കണത് ഓർമ്മയില്ലേ തമ്പുരാട്ടോട് പണ്ട് പറഞ്ഞ സരസ്വതി മണ്ഡപം? വല്യമ്പുരാട്ടോട് വാക്ക് പറഞ്ഞാണ്. ഉവ്വ് അമ്മ ആഗ്രഹിച്ചതാണെന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കാവിനും ബോധ്യാവും. സമ്മതിക്കും. വേണം. കല്ലിലാദ്യം സപ്തസ്വരം കൽപ്പിച്ചവൻ പെരുന്നച്ചൻ. അത് മതി. തലമുറകൾ കഴിഞ്ഞാൽ ചെയ്തത് പലതും മറക്കും, പക്ഷെ അത് മറക്കില്ല. നിലമ്പൂരിലെ പാട്ടുത്സവത്തിന് പോകും വഴിയാണ് കുഞ്ഞിക്കാവ് ആദ്യമായി കണ്ണനെ കാണുന്നത്. കണ്ണന്റെ മുഖത്തെ തേജസ് കുഞ്ഞിക്കാവിനെ പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അനുരാഗ വിവശയാക്കുന്നു. തിരിച്ച് കണ്ണനും. പക്ഷേ ക്ഷേത്രത്തിലെത്തുമ്പോഴല്ലേ വിവരം തമ്പുരാട്ടിക്കും അമ്മായിക്കും മനസ്സിലാകുന്നത്. എങ്കിലും കുഞ്ഞിക്കാവിൻ്റെയും കണ്ണൻ്റെയും മനസ്സിൽ ചിലതൊക്കെ നിശ്ചയിച്ച പോലെ. തുടർന്നുള്ള സമാഗമത്തിൽ കണ്ണൻ തമ്പുരാട്ടിയോടുള്ള ഭ്രമം പുറത്തു കാട്ടാതിരുന്നില്ല. നീ ഏതാ? കണ്ണൻ. കണ്ണൻ വിശ്വകർമ്മൻ എന്ന് പറയും. ചാൽ ആശാരി. മനസ്സിലായി. പോവാൻ കുട്ടി. അല്പം മാറി നിന്നേക്കൂ. തെറിച്ചാൽ എന്താ ലോഹം? വെള്ളിയാണ്. കണ്ണും മുഖമൊക്കെ ഇതിൽ തന്നെ പതിയോ? ഏകദേശ രൂപം വരും. പരത്തലും മിനുക്കലും പിന്നെ കുറെ സമയമെടുക്കും. ആശാരിമാര് മരത്തിലല്ലേ പണിയൂ? ഞങ്ങൾ അച്ഛനും മകനും എല്ലാറ്റിലും പണിയും. മരക്കും ഞാൻ ചെയ്തത് അടുത്തുണ്ട്. മരമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കുട്ടി വരൂ. പുറപ്പെടാറായി. പിന്നെ ആവട്ടെ. കുന്നത്തൂർ എന്തെങ്കിലും പണിയുണ്ടാകുമ്പോ അറിയിക്കാം. അവിടെ വന്നിട്ടില്ലല്ലോ. വരാം. അച്ഛൻ കൊല്ലത്തിലൊരിക്കൽ ഭാഗ്യേശ്വരിയെ തൊഴാൻ പോയ സ്ഥലമല്ലേ? ധാരാളം കേട്ടിട്ടുണ്ട്. മകന് ഈശ്വരവിശ്വാസം കുറവാന്നുണ്ടോ? ഹേയ്, ഇത്തമ്പുരാട്ടി കുട്ടിയാണ് അവിടെ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഒന്നുമില്ല, നിത്യം വന്ന് തൊഴുതാലും തെറ്റില്ല. മകന്റെ ഖ്യാതി വാനോളം ഉയരുമ്പോഴും പെരുന്തച്ചന്റെ അനുഭവ സമ്പത്തിനും ജ്ഞാനത്തിനും മുന്നിൽ കണ്ണന്റെ പ്രഭ മങ്ങുന്ന കാഴ്ച നാം കാണുകയാണ്. അച്ഛന്മാരും മക്കളും തമ്മിലും പാരമ്പര്യവും ആധുനികതയും തമ്മിലുമുള്ള വാഗ്വാദങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും പ്രേക്ഷകർ ശ്വാസമടക്കി സാക്ഷ്യം വഹിക്കുകയാണ്. ഉണ്ടാക്കിയ കാലത്തെ ആ ശോഭ ഇപ്പോഴില്ല പെരുന്തച്ചൻ. മകനോട് പറയണം, മരം എങ്ങനെയാ മങ്ങണേ? നിർത്ത്. ഒരു നല്ല കാര്യം തുടങ്ങായോണ്ട് ചോദിക്കാണ്. വൃക്ഷപൂജ കഴിച്ച് അനുവാദം വാങ്ങിയോ? ദാ അനുവാദം തന്നിട്ടുണ്ട്. ഇത് ആരാന്റെ കട്ടിലെ മരമല്ല. വൃക്ഷങ്ങളുടെ അനുവാദം വാങ്ങിയോ എന്നാണ് ചോദിച്ചത്. ജീവിച്ചു തീർന്ന് എല്ലാം നേടിക്കഴിഞ്ഞ മരം വെട്ടിയെടുക്കാൻ സന്തോഷത്തോടെ സമ്മതിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കുന്നു. അതിൽ തീർക്കുന്ന ശില്പങ്ങൾ എന്നും ജ്വലിക്കുമെന്ന് ശാസ്ത്രം. നീ ഉണ്ടാക്കിയ പലതും മങ്ങുന്നു എന്ന ആക്ഷേപം എങ്ങനെ വന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ കണ്ണ? ഏത് ഗ്രന്ഥത്തിൽ? ഇത് ഏത് ഗ്രന്ഥത്തിൽ? ചിതലരിക്കാത്ത ഓലക്കെട്ടുകൾ ചിലത് തച്ചന്റെ പുരയിലും ഉണ്ടാകും തിരുമേനി. കൗശികീയം കണ്ടിട്ടുണ്ടോ? എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നവനെ പോലെ പടുവിട്ടിയില്ല. ഗുരുനാഥൻ പറഞ്ഞിരുന്ന ഓർമ്മയില്ലേ?
ഭാർഗവി തമ്പുരാട്ടിയുടെ ആഗ്രഹമായിരുന്നു സരസ്വതി മണ്ഡപം. അതിനായി കുഞ്ഞിക്കാവിൻ്റെ അനുമതി ലഭിക്കുന്നു. മണ്ഡപത്തിൻ്റെ നിർമ്മാണവും കുഞ്ഞിക്കാവിൻ്റെ വിവാഹാലോചനയും തകൃതിയായി നടക്കുന്നു. മേൽനോട്ടത്തിനായി നീലകണ്ഠൻ നമ്പൂതിരിയും തച്ച് ജോലികൾക്കായി കണ്ണനും. ഇതിനിടയിൽ കണ്ണനും കുഞ്ഞിക്കാവുമായുള്ള അനുരാഗവും പൂർവാധികം മുന്നോട്ട്. മണ്ഡപത്തിൽ കൊത്താനുള്ള ശില്പമാതൃകയായി കുഞ്ഞിക്കാവ് കണ്ണന് മുന്നിൽ നിന്നത് നീലകണ്ഠന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. നീലകണ്ഠന് മണ്ഡപ നിർമ്മാണത്തിന്റെ മേൽനോട്ടം മാത്രമല്ലല്ലോ, കുഞ്ഞിക്കാവിൽ കണ്ണനേക്കാൾ ശ്രദ്ധ വേണമല്ലോ അദ്ദേഹത്തിന്. സാലഭഞ്ചികകൾക്ക് ഉടുപുടവ പതിവില്ല, അതും അഴിക്കണമെന്നാവും അടുത്ത ഘട്ടം അല്ലേ? ശുദ്ധാശുദ്ധങ്ങളൊന്നും കുന്നത്തൂർ കോലോത്ത് പതിവില്ല എന്നുണ്ടോ? ക്രിയാദികളുടെ മേൽനോട്ടം മാത്രമേ അച്ഛൻ തിരുമേനി ഏൽപ്പിച്ചിട്ടുള്ളൂ എന്നാണല്ലോ അറിഞ്ഞത്. ഭരണം തുടങ്ങിയത് അറിഞ്ഞില്ല. തിരുമേനി 8 തൂണുകളിൽ നിർത്ത്, ബാക്കി പഠിക്കേ. പഴയ മൂത്താചാര്യമാരാരെങ്കിലും മതി, നിനക്ക് പോവാം. അത് തമ്പുരാട്ടിയാണ് നിശ്ചയിക്കേണ്ടത്. മേൽനോട്ടം മാത്രമേ ആചാര്യനുള്ളൂ. ആരംഭിച്ച സ്ഥപതി തന്നെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കെട്ടിടത്തിന് അല്പായുസാണ്. അത്രത്തോളം ശാസ്ത്രം അറിയാം. ശരിയല്ലേ? പരിഹാരക്രിയകൾ എനിക്കറിയാം, നിനക്ക് പോവാം. തിരുമംഗലത്തെ തിരുമേനിയെ നീ ശരിക്കറിയില്ല. എന്നെ തിരുമേനിക്കും ശരിക്കറിയില്ല. ഞാൻ കണ്ണൻ വിശ്വകർമ്മൻ, പെരുന്തച്ഛന്റെ മകൻ. ഭൂനാഥയായ സ്വാമിനി പോകാൻ കൽപ്പിക്കും വരെ ഞാൻ ഇവിടെ തന്നെ. പ്രണയത്തിന് കണ്ണും ചെവിടുമില്ലെന്നത് സത്യം തന്നെ. ആലിംഗനബദ്ധരായ കുഞ്ഞിക്കാവ് കണ്ണന്മാരുടെ മുന്നിലേക്ക് ഉണ്ണി നമ്പൂതിരിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എത്തുന്നത് സാക്ഷാൽ തച്ചൻ തന്നെ. അച്ഛൻ മകനെ ഉപദേശിച്ചു നോക്കി, അത് ഫലം കണ്ടില്ല. ഉണ്ണി നമ്പൂതിരിയോടും ഇല്ലത്തോടും പെരുന്തച്ഛന്റെ മകൻ കാട്ടിയ ഈ മഹാപരാധം തച്ചന് പൊറുക്കാൻ സാധിക്കുമോ? ദോഷം ചാർത്തി വിചാരണ നടത്തി ആ തമ്പുരാട്ടിക്കുട്ടിക്ക് പടിയടച്ച് പിണ്ടം വെപ്പിച്ചേ നീ പോകൂ അല്ലേ? പറ. ഇവരുടെ നിയമം എന്ത് പറയുന്നു? നീ ആര്? സ്മൃതിക്ക് ഭാഷ്യം ചമയ്ക്കാൻ നീ ആര്? പുതിയ മനുവോ അതോ കല്ലൂർമട്ടനോ? അച്ഛനും മകനും തമ്മിലുള്ള ഈ യുദ്ധം നടക്കുമ്പോൾ തന്നെ നീലകണ്ഠൻ നമ്പൂതിരിക്ക് കുഞ്ഞിക്കാവിനെ നഷ്ടപ്പെടാതിരിക്കാനുള്ള തീവ്രശ്രമം മറുഭാഗത്ത് അദ്ദേഹവും നടത്തുന്നു. കൊട്ടാരക്കെട്ടിൽ ഞാനിന്ന് കയറി ഇറങ്ങിയാൽ തുടങ്ങേ ഉള്ളൂ. ഏകാവകാശി എന്ന് പറഞ്ഞല്ലേ നമ്പൂരി ഞെളിഞ്ഞു കിടക്കണേ. ദോഷം കണ്ട് പുറത്താക്കാനും മഹാരാജാവിന് ഇതൊക്കെ കണ്ടുകെട്ടാനും ഒരു ചെമ്പോല മതി. അതിൽ വെറും 4 വരി. നീലണ്ട ഒരു ദോഷം. പെരുമ കിട്ടുന്നൊരു പണി, സരസ്വതി മണ്ഡപം. പരസഹായമില്ലാതെ ചെയ്തു തീർക്കാമെന്ന അഹംഭാവം ഉണ്ടായിരുന്നു കണ്ണന്. പക്ഷേ കണ്ണനെ പിഴവ് പറ്റിയിരിക്കുന്നു. ഒടുവിൽ കണ്ണൻ അച്ഛനെ, പെരുന്തച്ഛനെ വിളിപ്പിക്കുന്നു കൂടം പിടിപ്പിക്കാൻ. പണിക്കിടയിലും അനുരാഗവിവശരായ കണ്ണനും കുഞ്ഞിക്കാവും തമ്മിൽ നടത്തുന്ന പ്രണയസല്ലാപം പെരുന്തച്ഛന്റെ സമനില തെറ്റിക്കുന്നു. അറിയാത്തത് കണ്ടുപഠിക്ക്. ഇവിടെ നോക്ക്. വരട്ടെ, ഒരുമിച്ച് വരട്ടെ, വരട്ടെ, ഒരുമിച്ച് വരട്ടെ, ഒരുമിച്ച് വരട്ടെ.
പരിഭ്രാന്തനായ പെരുന്തച്ചൻ വീട്ടിലേക്ക് കുതിക്കുകയും ഗ്രന്ഥങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും പിന്നീട് താനും അതിൽ കത്തിയെരിഞ്ഞ് ചാമ്പലാകുകയും ചെയ്യുന്നതോടെ പെരുന്തച്ചന് തിരശ്ശീല വീഴുകയാണ്. പെരുന്തച്ചനെ പോലെ വിപുലവും വിചിത്രവുമായ ഒരു ജീവിതം ആവിഷ്കരിക്കുമ്പോൾ എല്ലാ മുക്കിലും മൂലയിലും കണ്ണെത്തേണ്ടതുണ്ട്. ഉത്തരവാദപ്പെട്ടവരുടെ കണ്ണുകൾ എല്ലായിടത്തും എത്തിയിരിക്കുന്നു. സന്തോഷ് ശിവന്റെ ദൃശ്യഭംഗിയുള്ള ക്യാമറയും ജോൺസന്റെ പശ്ചാത്തല സംഗീതവും നവാഗതരെന്ന് അശേഷം തോന്നിക്കാതെയുള്ള അജയന്റെ സംവിധാന മികവും സർവോപരി MTയുടെ തൂലികയും ചേർന്നപ്പോൾ പെരുന്തച്ചൻ ഒരപൂർവ കലാശില്പമായി തീർന്നിരിക്കുന്നു. നിങ്ങളുടെ ചലച്ചിത്ര നിധികുംഭത്തിലേക്ക് മറ്റൊരു അമൂല്യ ശേഖരവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.